Hi friends, welcome to my YouTube channel. അപ്പം ഇന്ന് OET റീഡിംഗ് പാർട്ട് എയുടെ ഡിസ്കഷൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ടോപ്പിക്കിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് കുറച്ച് ജനറൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം OET റീഡിംഗ് പാർട്ട് എയിൽ 20 ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. അപ്പം ആദ്യത്തെ ഒരു 6 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്ക് പാരഗ്രാഫ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റിമൈനിങ് 7 to 20 എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സോ അല്ലെങ്കിൽ 1 വേർഡ് ഓർ 2 വേർഡ് വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പം 15 മിനിറ്റ് ടൈമാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പം ഒരു ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ് ഈ റീഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം. അപ്പം ടൈം ഒത്തിരി നിങ്ങൾ വെച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ 15 മിനിറ്റ്സിനുള്ളിൽ റീഡിംഗ് പാർട്ട് എ കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ നിങ്ങൾ ചെയ്ത് പഠിക്കുമ്പോൾ തന്നെ ഒരു 13 മിനിറ്റ്സ് വെച്ച് നിങ്ങൾ ടൈം സെറ്റ് ചെയ്യുക ടൈമറിൽ. ദെൻ നിങ്ങൾ 13 മിനിറ്റ്സ് കൊണ്ട് കഴിയത്തക്ക രീതിയിൽ റീഡിംഗ് പാർട്ട് എ ചെയ്ത് വരിക. എക്സാമൊക്കെ ആകുമ്പോഴേക്കും അതൊരു 12 ആക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ എക്സാമിന് പോയിരിക്കുന്ന ആ എക്സാം ഡേയിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഡിഫിക്കൽട്ടീസ് ഒന്നും ഫീൽ ചെയ്യത്തില്ല. അല്ലെങ്കിൽ ടൈം തികയാതെ പോവുക, ആൻസർ കംപ്ലീറ്റ് ചെയ്യാതെ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ വിട്ട് കളയുക. അപ്പം അങ്ങനെയുള്ളൊരു പ്രോബ്ലംസ് ഒന്നും നിങ്ങൾക്ക് എക്സാമിൻ്റെ ടൈമിൽ വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളൊരു 13 മിനിറ്റ് ഒരു 12 മിനിറ്റ് ഒക്കെ വെച്ച് നിങ്ങൾ സെറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ നല്ലൊരു ബെനിഫിറ്റ് ആയിരിക്കും അത്. ഓക്കെ, അപ്പം നമ്മളെപ്പോഴും റീഡിംഗ് പാർട്ട് എ ചെയ്യുമ്പോൾ അതിലൊരു ആദ്യത്തെ ഒരു 1 മിനിറ്റ് എന്ന് പറയുന്നത് എല്ലാ പാരഗ്രാഫും ജസ്റ്റ് ഒന്ന് സ്കിം ആൻഡ് സ്കാൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും നിങ്ങൾ എന്താണ് വായിക്കാൻ പോകുന്നതെന്ന് അല്ലേ. ഒരു ഹെഡിങ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം അനീമിയനെ കുറിച്ചിട്ടാണ് റീഡിംഗ് പാർട്ട് എ പറയുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഒരു ഹെഡിങ് എന്ന് പറയുന്നത് അനീമിയ തന്നെ ആയിരിക്കും. അപ്പോൾ ഞാനിതിൽ കൊടുത്തിട്ടില്ല, പക്ഷേ ഇതിൻ്റെ ഹെഡിങ് അനീമിയ എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹെഡിങ് വായിക്കുമ്പോൾ അറിയാം നിങ്ങൾ വായിക്കാൻ പോകുന്ന ടോപ്പിക്ക് അനീമിയ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഫസ്റ്റ് 4 പാരഗ്രാഫ് ജസ്റ്റ് ഒന്ന് സ്കിം ആൻഡ് സ്കാൻ ചെയ്ത് പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, അപ്പോൾ നിങ്ങൾ അങ്ങനെ വായിച്ചു പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫ് എയിൽ ചിലപ്പോൾ പറയുന്നത് സിംറ്റംസ് ആയിരിക്കാം, അല്ലെങ്കിൽ പാരഗ്രാഫ് ബിയിൽ പറയുന്നത് ക്ലാസിഫിക്കേഷൻ ആയിരിക്കാം, പാരഗ്രാഫ് സിയിൽ പറയുന്നത് ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റോ, അല്ലെങ്കിൽ പാരഗ്രാഫ് 4 പറയുന്നത് അല്ലെങ്കിൽ ഹോം റെമഡീസോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ടോപ്പിക്കിൽ വരുന്നത്. അപ്പം നിങ്ങൾ ഇത്തരത്തിൽ സ്കിം ആൻഡ് സ്കാൻ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്കറിയാം പാരഗ്രാഫ് എ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സയൻസ് സിംറ്റംസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദെൻ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് സ്കിം ആൻഡ് സ്കാൻ ചെയ്ത് പോകുന്നതോടൊപ്പം തന്നെ നിങ്ങൾ എല്ലായിടത്തും നിങ്ങളുടെ ഒരു കോൺസെൻട്രേഷൻ വേണം. വെറുതെ നിങ്ങൾ വായിച്ചു പോയി നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഐഡിയ കിട്ടിയെന്ന് വരില്ല. നിങ്ങളുടെ കയ്യിൽ പെൻസിലോ പേനയോ ഉണ്ടെങ്കിൽ പെൻസിലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ പെൻസിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ആയിട്ട് തോന്നുന്നത് ഏതെങ്കിലും നമ്പേഴ്സോ ഇയേഴ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓതർ നെയിമോ, അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അണ്ടർലൈൻ ചെയ്യുക. കാരണം ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആ പാരഗ്രാഫിലോട്ട് പോയിന്റ് ചെയ്യാൻ പറ്റണം. അപ്പം അത്തരത്തിൽ നിങ്ങൾ ഒരു അണ്ടർലൈൻ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ച് വീണ്ടും ആ പാരഗ്രാഫിലോട്ട് വരുമ്പോൾ ഈസി ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നിങ്ങൾ നന്നായിട്ട് റീഡിങ് ഹാബിറ്റ്സ് ഫോളോ ചെയ്യുക. ഇപ്പോൾ പാർട്ട് എനെ സംബന്ധിച്ചാണെങ്കിലും പാർട്ട് ബി ആണെങ്കിലും സി ആണെങ്കിലും റീഡിങ് ഹാബിറ്റ്സ് ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നന്നായിട്ട് റീഡ് ചെയ്യുന്നവർക്ക് ഈ റീഡിങ് എന്ന് പറയുന്ന മൊഡ്യൂൾ അത്ര ഡിഫിക്കൽട്ടൊന്നുമല്ല, വളരെ ഈസി ആയിട്ട് കയറി പോകാൻ പറ്റും. ഈ റീഡിങ് ഹാബിറ്റ്സ് ഒന്നും ഇല്ലാത്തവർക്കാണ് റീഡിങ് കുറച്ചും കൂടെ ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യുന്നതെന്ന് ഞാൻ തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പാരഗ്രാഫിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും അവർ ജസ്റ്റ് അനീമിയനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നതാണ്. എന്താണ് അനീമിയ എന്ന് പറയുന്നുണ്ട്. അതിൽ കോമൺ ആയിട്ട് പറയുന്നത് സിംറ്റംസ് ആണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം അനീമിയയുടെ ഒരു ഡിസ്ക്രിപ്ഷനും കോമൺ സിംറ്റംസും ആണ് പാരഗ്രാഫ് എയിൽ പറയുന്നത്. ഇനി പാരഗ്രാഫ് ബി നോക്കാം. ഫസ്റ്റ് ലൈൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് പാരഗ്രാഫ് ബിയിൽ കൂടുതലായിട്ടും പറയുക എന്നുള്ളത്. There are many classification systems to differentiate anemia. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതിൽ പലതരത്തിലുള്ള അനീമിയനെ കുറിച്ചിട്ടാണ് പറയുന്നതെന്ന്. മാത്രമല്ല അവർ ചെറിയൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കൂടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അനീമിയനെ കുറിച്ചിട്ട്. അതായത് 3 ടൈപ്പ് ഓഫ് അനീമിയനെ പറ്റി അവർ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു സ്കിം ആൻഡ് സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. ഓക്കെ, ദെൻ വോണ്ട് ടു സി സിയിൽ എന്താ പറയുന്നത്? ഫസ്റ്റ് ലൈൻ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഫസ്റ്റ്
സെൻറ്റൻസ് നോക്കുമ്പോൾ തന്നെ അറിയാം. വൈൽ ദെയർ ആർ മെനി ഡിഫറെൻറ്റ് കോസസ് ഓഫ് അനീമിയ. അപ്പം ഇതിൽ കോസസ് ആണ് പറയുന്നത്. ഓക്കെ, അതിൽ പറയുന്നുണ്ട് ലബോറട്ടറി സ്റ്റഡീസ് ആൻഡ് യുണീക് ഫീച്ചേഴ്സ് ഓഫ് പേഷ്യൻസ് ക്യാൻ ബി യൂസ്ഡ് ടു ഹെൽപ്പ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ വാരിയസ് ഇറ്റിയോളജീസ്. അപ്പോൾ കോസസ് ആൻഡ് വാരിയസ് ഇറ്റിയോളജീസ് ആണ് ഈ ഒരു ടെക്സ്റ്റ് സിയിൽ പറയുന്നത്. അതിൽ തന്നെ ലബോറട്ടറി സ്റ്റഡീസ് പറയുന്നുണ്ട്. അതിൽ ഹീമോഗ്ലോബിൻ, ഹെമറ്റോക്രിറ്റ്, റെഡ് ബ്ലഡ് സെൽസ് കൗണ്ട്, അപ്പം അത്തരത്തിൽ ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ടും പറയുന്നത് കോസസ് ഓഫ് അനീമിയാണ്. ദെൻ ലാസ്റ്റ് പാരഗ്രാഫ് ടെക്സ്റ്റ് ഡി. ഫസ്റ്റ് ലൈൻ വായിക്കുമ്പോൾ പറയാം നിങ്ങൾക്ക് എന്ത് ആ പാരഗ്രാഫിൻ്റെ എൻറ്റയർ മീനിങ്. The treatment of anemia depends heavily on the type of anemia that the patient is experiencing. However, there are several overarching goals of treatment. So, ഈ പാരഗ്രാഫിൽ പറയുന്നത് ട്രീറ്റ്മെൻ്റ് ആണ്. അതേപോലെ ഈ പാരഗ്രാഫ് ലാസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്കറിയാം കുറച്ച് ഡയറ്ററി മാനേജ്മെൻറ്റ് കൂടെ അതിൽ പറയുന്നുണ്ട്. കാരണം ലാസ്റ്റ് ലൈനൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം കുറച്ച് സപ്ലിമെൻറ്റ്സ് ഒക്കെ കൊടുക്കണം എന്ന രീതിയിൽ ഒരു ലാസ്റ്റിലോട്ട് പറഞ്ഞു വരുന്നുണ്ട്. അപ്പം നിങ്ങൾ സ്കിം ആൻഡ് സ്കാൻ ചെയ്ത് പോകുമ്പോൾ കിട്ടുന്ന വേർഡ്സ് ഇപ്പം ഞാൻ എക്സാമ്പിളായിട്ട് ഈ ടെക്സ്റ്റ് ഡിയിൽ കാണിച്ചു തരാം. നിങ്ങൾ ഫസ്റ്റ് ലൈൻ വായിച്ചു ട്രീറ്റ്മെൻറ്റ് ഓഫ് അനീമിയ. സോ അവിടെ അണ്ടർലൈൻ ചെയ്തിടുക. നിങ്ങൾ മറന്നു പോയാലും പെട്ടെന്ന് നിങ്ങൾ ടോപ്പിക്കിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ആ ട്രീറ്റ്മെൻറ്റ് എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ ട്രീറ്റ്മെൻ്റ് ആണ് കൂടുതൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു, ക്വസ്റ്റ്യനിൽ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ പാരഗ്രാഫ് എയിലോട്ടോ പാരഗ്രാഫ് ബിയിലോട്ടോ പോകേണ്ട ആ കാര്യം വരുന്നില്ല. ടെക്സ്റ്റ് ഡിയിലോട്ട് പോയാൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പാരഗ്രാഫ് വായിക്കുമ്പോൾ തന്നെ അതിലുള്ള ഒരു നിങ്ങൾക്ക് പെട്ടെന്ന് പോയിന്റ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് അനീമിയ എന്ന് അണ്ടർലൈൻ ചെയ്യാം. ദെൻ സ്കിം ആൻഡ് സ്കാൻ ചെയ്ത് നിങ്ങൾ താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്കറിയാം കുറച്ച് ഡയറ്ററി മെഷേഴ്സിനെ പറ്റി ഇവർ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ലാസ്റ്റിലോട്ട് വായിക്കുമ്പോൾ പറയാം ഇൻടേക്ക് ഓഫ് ഫോളിക് ആസിഡ് ആൻഡ് B12. ദെൻ അതുപോലെ തന്നെ യൂസിങ് സപ്ലിമെൻറ്റ്സ് ഷുഡ് ബി അഡ്വൈസ്ഡ്. സോ ഈറ്റിംഗ് ഫോർട്ടിഫൈഡ് ഫുഡ്സ് ആൻഡ് യൂസിങ് സപ്ലിമെൻറ്റ്സ് ഷുഡ് ബി അഡ്വൈസ്ഡ്. അപ്പം അങ്ങനെയുള്ള ഫോർട്ടിഫൈഡ് ഫുഡ്സ് അപ്പോൾ അത് നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്യാം. ഹൂ ഫോളോ വെജിറ്റേറിയൻ, ആ വെജിറ്റേറിയൻ്റെ അവിടെ നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്യാം. അതുപോലെ വൈറ്റമിൻ ഡെഫിഷ്യൻസി അണ്ടർലൈൻ ചെയ്യാം. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ഡിയിൽ അണ്ടർലൈൻ ചെയ്യാം. ദെൻ ടെക്സ്റ്റ് സിയിലും നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണ്. ഫസ്റ്റ് ലൈനിൽ പറയുന്ന മെനി ഡിഫറെൻറ്റ് കോസസ് ഓഫ് അനീമിയ. അപ്പോൾ നിങ്ങൾക്ക് കോസസ് ഓഫ് അനീമിയ അണ്ടർലൈൻ ചെയ്യാവുന്നതാണ്. അതേപോലെ പറയുന്നുണ്ട് ലബോറട്ടറി സ്റ്റഡീസ് ആൻഡ് യുണീക് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അവിടെ അണ്ടർലൈൻ ചെയ്യാം. ഇറ്റിയോളജീസ് അണ്ടർലൈൻ ചെയ്യാം. അതേപോലെ ഇതിൽ 3 ഓപ്ഷൻസിൽ അവർ പറയുന്നുണ്ട് ഹീമോഗ്ലോബിൻ, ഹെമറ്റോക്രിറ്റ്, റെഡ് ബ്ലഡ് സെൽസ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ടിക്ക് പോലെ വേറെ ഏതെങ്കിലും ഇപ്പോൾ അണ്ടർലൈൻ അല്ലാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പെട്ടെന്ന് പോയിന്റ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അവിടെ കൊടുക്കാം. കൂടുതലും ആ കാര്യങ്ങൾ തന്നെയാണ് കോസസും എന്തൊക്കെ കോസസിനെ പറ്റി തന്നെയാണ് ഈ സിയിൽ മുഴുവൻ പറയുന്നത്. ഓക്കെ, ഇനി ബി പറയുമ്പോൾ നിങ്ങൾക്കറിയാം ബിയിൽ ഫസ്റ്റ് ലൈൻ തന്നെ മെനി ക്ലാസിഫിക്കേഷൻ. അപ്പം നിങ്ങൾക്കറിയാം ക്ലാസിഫിക്കേഷൻ ആണ് ഇതിൽ വരുന്നത്. നിങ്ങൾക്ക് ക്ലാസിഫിക്കേഷൻ അണ്ടർലൈൻ ചെയ്യാം. അതേപോലെ തന്നെ മൈക്രോസൈറ്റിക് അനീമിയ, നോർമോസൈറ്റിക് അനീമിയ, മാക്രോസൈറ്റിക് അനീമിയ അവിടെയൊക്കെ നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്യാം. റെക്ടിക്കുലോസൈറ്റ്സ് അതിനെപ്പറ്റി പറയുന്ന ആ ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് റെക്ടിക്കുലോസൈറ്റ്സിൻ്റെ അവിടെ നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്യാം. ഇതുപോലെ തന്നെ ടെക്സ്റ്റ് എയിലും പറയുന്നുണ്ട് അനീമിയ ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുവാണ് അനീമിയ എന്താന്നുള്ള കാര്യം. ദെൻ അവർ പറയുന്നത് കോമൺ സിംറ്റംസ് ആണ്. അപ്പോൾ ആ സിംറ്റംസ് നിങ്ങൾക്ക് കോമൺ സിംറ്റംസ് എന്നുള്ളത് നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും ഫസ്റ്റ് ടെക്സ്റ്റ് എയിൽ പറയുന്നത് ഡിസ്ക്രിപ്ഷൻ ഓഫ് അനീമിയും അതേപോലെ തന്നെ കോമൺ സിംറ്റംസ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓർമ്മയിൽ വരും. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം. ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ എന്തിലോട്ട് പോവാം? ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പം ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്കറിയാം 1 to 6 എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ പാരഗ്രാഫാണ്. അതായത് ഈ പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഏത് പാരഗ്രാഫുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത് ആ പാരഗ്രാഫ് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ പാരഗ്രാഫ് A, B, C, D എന്നിങ്ങനെ ജസ്റ്റ് നിങ്ങൾ മെൻഷൻ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് 7 to 20 ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ്. കാരണം 7 to 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 1 to 6 ചെയ്യാൻ നിങ്ങൾക്ക് 1 മിനിറ്റ് പോലും വേണ്ട. കാരണം 7 to 20 ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓവറോൾ എല്ലാ പാരഗ്രാഫുമായിട്ട് നല്ലൊരു ഐഡിയ ഉണ്ടാവും. ഏത് പാരഗ്രാഫിൽ എന്താണ് പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 1 to 6 ചെയ്യാൻ നിങ്ങൾക്ക് വളരെ ഈസിയാണ്. സ്റ്റാർട്ടിങ്ങിൽ 1 to 6 പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ 1 or 2 മിനിറ്റ്സ് അത് ആ ഒരു സമയം നിങ്ങൾക്ക് വേസ്റ്റ് ആയിട്ട് പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 7 to 20 ചെയ്യാൻ എപ്പോഴും പറയുന്നത്. അപ്പം ഞാനും ഫോളോ ചെയ്ത് അങ്ങനെയായിരുന്നു. 7 to 20 ആയിരുന്നു
ഇനി ചില കാൻഡിഡേറ്റ്സിന് അങ്ങനെ ആയിരിക്കില്ല, ചിലപ്പോൾ അവർക്ക് 1 to 6 ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനെ ഫോളോ ചെയ്തവരാണെങ്കിൽ അങ്ങനെ ഫോളോ ചെയ്തോളൂ. പക്ഷേ ഞാനെപ്പോഴും പ്രിഫർ ചെയ്യുന്നത് 7 to 20 ചെയ്യാനാണ്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. വാട്ട് ഷുഡ് വെജൻ പേഷ്യൻസ് വിത്ത് വൈറ്റമിൻ ഡെഫിഷ്യൻസി അനീമിയ ബി എൻകറേജ്ഡ് ടു ആഡ് ദെയർ ഡയറ്റ്? ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ക്വസ്റ്റ്യനിൽ എന്തൊക്കെ പറയുന്നുണ്ട്. വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒരു വേർഡ് വരുന്നുണ്ട്, അതേപോലെ ഡയറ്റ് എന്ന് വരുന്നുണ്ട്. അപ്പം ഈ രണ്ട് വേർഡ്സ് നിങ്ങൾ എവിടെയാണ് സ്കിം ആൻഡ് സ്കാൻ ചെയ്തപ്പോൾ കണ്ടത്? അതായത് ടെക്സ്റ്റ് ഡിയിലാണ് അല്ലേ? അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ഡി ആണെന്ന് പെട്ടെന്ന് ഓർമ്മ വന്നു. അപ്പോൾ ടെക്സ്റ്റ് ഡിയിലോട്ട് പോവാം. ടെക്സ്റ്റ് ഡിയുടെ ലാസ്റ്റിലോട്ട് വന്നപ്പോഴാണ്, ടെക്സ്റ്റ് ഡി സ്റ്റാർട്ട് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിൽ നിന്നാണ് അവസാനമൊക്കെ ആയപ്പോഴാണ് ഡയറ്ററി സപ്ലിമെൻറ്റ്സിനെ കുറിച്ചൊക്കെ അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു അണ്ടർലൈൻ ചെയ്യണം. അതായത് വെജിറ്റേറിയൻ, വെജൻ ഡയറ്റ്, അതേപോലെ ഫോർട്ടിഫൈഡ് ഫുഡ്സ് ഒക്കെ ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മെമ്മറിയിൽ വരും ടെക്സ്റ്റ് ഡി ആണെന്നും ടെക്സ്റ്റ് ഡിയുടെ ഒരു എൻഡിലോട്ടായിട്ടാണ് ഇതിനെപ്പറ്റി പറയുന്നതെന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിവിടെ വായിച്ചാൽ മനസ്സിലാവും. നോട്ട് ദാറ്റ് പേഷ്യൻസ് ഹു ഫോളോ വെജിറ്റേറിയൻ ഓർ വെജൻ ഡയറ്റ്സ് may struggle to meet B12 requirements. So eating fortified foods and using supplements should be advised. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരുന്നത്? ഫോർട്ടിഫൈഡ് ഫുഡ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആൻസർ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഫോർട്ടിഫൈഡ് ഫുഡ്സ് എന്നാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ഇതേപോലെ ആൻസർ 8ൻ്റെ ആൻസർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. If there is a decreased number of young red blood cells, what type of anemia is being dealt with? Next question, if there is decreased number of young red blood cells, what type of anemia is being dealt with? So നമുക്ക് ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എന്താ തോന്നുന്നത്? ഒരു കൺഫ്യൂഷൻ തോന്നുന്നുണ്ടോ? ചിലർക്ക് കൺഫ്യൂഷൻ തോന്നിയേക്കാം, പക്ഷെ വലിയ കൺഫ്യൂഷൻസ് ഒന്നും ആവശ്യമില്ല ഈ ഒരു ക്വസ്റ്റ്യനിൽ. കാരണം ഡിക്രീസ്ഡ് നമ്പർ ഓഫ് യങ് റെഡ് ബ്ലഡ് സെൽസ്, അപ്പം നിങ്ങൾ നന്നായിട്ട് സ്കിം ആൻഡ് സ്കാൻ ചെയ്ത് പോയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് ഏത് പാരഗ്രാഫിലാണ് എന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് സിംറ്റംസ് ആയിരുന്നു, സെക്കൻഡ് പാരഗ്രാഫിൽ വന്നത് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു, തേർഡ് പാരഗ്രാഫിൽ വന്നത് എന്തായിരുന്നു? കോസസ് ആയിരുന്നു, ഫോർത്തിൽ വന്നത് ട്രീറ്റ്മെൻറ്റ്സ് ആൻഡ് ഡയറ്ററി മാനേജ്മെൻറ്റ്, ഡയറ്ററി സപ്ലിമെൻറ്റ്സ്. സോ ഇതിൽ ഏത് പാരഗ്രാഫിലായിരിക്കും ഈ 8th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഉണ്ടാവുക? മോസ്റ്റ് പ്രോബബ്ലി സെക്കൻഡ് പാരഗ്രാഫിൽ. സോ നമുക്ക് സെക്കൻഡ് പാരഗ്രാഫ് പോയി നോക്കാം. സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നുണ്ട് എന്ത്? നോർമോസൈറ്റിക് അനീമിയ ആർ ഫർദർ ബ്രോക്കൺ അപ്പ് ഇൻ ടു വെദർ ഓർ നോട്ട് ദർ ഈസ് എൻ ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് യങ് റെഡ് ബ്ലഡ് സെൽസ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു? ഡിക്രീസ്ഡ് നമ്പർ ഓഫ് യങ് റെഡ് ബ്ലഡ് സെൽസ്. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ ഹൈ റെക്ടിക്കുലോസൈറ്റ്സ് ഉണ്ട്, ലോ റെക്ടിക്കുലോസൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ഹൈ റെക്ടിക്കുലോസൈറ്റ്സ് എന്താണ്? ഹൈ നമ്പർ ഓഫ് യങ് റെഡ് ബ്ലഡ് സെൽസ് ആയിട്ട് മാച്ച് ചെയ്യുന്നതാണ്. ഇപ്പോൾ ലോ റെക്ടിക്കുലോസൈറ്റ്സ് എന്താണ്? ലോ നമ്പർ ഓഫ്, അതായത് ഡിക്രീസ്ഡ് നമ്പർ ഓഫ് യങ് റെഡ് ബ്ലഡ് സെൽസ് ആയിട്ടാണ്. അപ്പം ഇതിൻ്റെ ആൻസർ എന്താ വരിക? ലോ റെക്ടിക്കുലോസൈറ്റ്സ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ആൻസർ വരുന്നത് ലോ റെക്ടിക്കുലോസൈറ്റ്സ് എന്നാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ലോ റെക്ടിക്കുലോസൈറ്റ്സ്. ദെൻ മൂവ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 9th ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഹൗ വിൽ എ പേഷ്യൻസ് ബ്രീത്തിങ് സൗണ്ട് വെൻ എക്സ്പീരിയൻസിങ് എ സിഗ്നിഫിക്കൻറ്റ് റിഡക്ഷൻ ഓഫ് ഓക്സിജൻ ഇൻ ദ ബോഡീസ് ടിഷ്യൂ? അപ്പം നമ്മൾ സയൻസ് ആൻഡ് സിംറ്റംസ് നോക്കിയിരുന്നത് എവിടെയാണ്? ഫസ്റ്റ് പാരഗ്രാഫിലാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫിലോട്ട് പോവാം. പാരഗ്രാഫ് എ. പാരഗ്രാഫ് എയിലൂടെ പറയുന്നുണ്ട് വീക്ക്നെസ്, ഫറ്റീഗ്, ഡിഫിക്കൾട്ട് ഓർ ലാബേർഡ് ബ്രീത്തിങ്. അപ്പം അതിൻ്റെ ആൻസർ എന്താ വരുന്നത്? ലാബേർഡ്. ഓക്കെ, ദെൻ 10th ക്വസ്റ്റ്യൻ. എ മെയിൽ വിത്ത് അനീമിയ മസ്റ്റ് ഹാവ് ലെസ് ദാൻ വാട്ട് പെർസെൻറ്റേജ് ഓഫ് റെഡ് ബ്ലഡ് സെൽസ്? അപ്പോൾ ഈ പെർസെൻറ്റേജ് ഓഫ് റെഡ് ബ്ലഡ് സെൽസും അതേപോലെ ഹെമറ്റോക്രിറ്റും ഹീമോഗ്ലോബിനൊക്കെ നമ്മൾ കണ്ടിരുന്നത് എവിടെയാണ്? പാരഗ്രാഫ് സിയിലാണ്. കാരണം കോസസ് ഓഫ്, നമ്മൾ വായിച്ചപ്പോൾ കോസസ് ഓഫ് അനീമിയാസ് ആയിരുന്നു ടെക്സ്റ്റ് സിയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കറിയാം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റെഡ് ബ്ലഡ് സെൽസിൻ്റെ മെയിലിൻ്റെ പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. മെയിൽ പേഷ്യൻസിനുള്ള വരുന്ന റെഡ് ബ്ലഡ് സെൽസിൻ്റെ ഒരു പെർസെൻറ്റേജ് ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. മെയിൽ ലെസ് ദാൻ
45% റെഡ് ബ്ലഡ് സെൽസ്. അപ്പോൾ ആൻസർ എന്താ വരുന്നത്? 45. ഓക്കെ. അപ്പോൾ ഇത് ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ നന്നായിട്ട് സ്കിം ആൻഡ് സ്കാൻ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് കുറേയൊക്കെ ഇതിൽ നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. പെട്ടെന്ന് നമുക്ക് പാരഗ്രാഫിലോട്ട് വരാനും പാരഗ്രാഫിൽ എവിടെയാണ് കിടക്കുന്നതെന്ന് നമുക്ക് ഈസി ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് 45 എന്നാണ്. നിങ്ങൾക്ക് വായിക്കാൻ മനസ്സിലാവും. എ മെയിൽ വിത്ത് അനീമിയ മസ്റ്റ് ഹാവ് ലെസ് ദാൻ വാട്ട് പെർസെൻറ്റേജ് ഓഫ് റെഡ് ബ്ലഡ് സെൽസ്. അവിടെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ലെസ് ദാൻ 45%. സോ ആൻസർ 45 ആണ് വരിക. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആൻ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് റെക്ടിക്കുലോസൈറ്റ്സ് ആൻഡ് ഇൻഡിക്കേഷൻ ഓഫ്. അപ്പോൾ നമുക്ക് ഈ റെക്ടിക്കുലോസൈറ്റ്സും ഈ നമ്പേഴ്സൊക്കെ പറയുന്നത് എവിടെയാണ്? പാരഗ്രാഫ് ബിയിലാണ്. അപ്പോൾ നമുക്ക് ബിയിലോട്ട് പോവാം. ഇതെന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അത് നമുക്കിവിടെ മനസ്സിലാവും. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് റെക്ടിക്കുലോസൈറ്റ്സ്. അതായത് ഇപ്പം ഈ പാരഗ്രാഫിൽ കൂടുതലായിട്ടും റെക്ടിക്കുലോസൈറ്റ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും റെക്ടിക്കുലോസൈറ്റ്സിനെ തന്നെയാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഞാൻ വായിച്ചു തരാം. വാട്ട് ഈസ് ആൻ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് റെക്ടിക്കുലോസൈറ്റ്സ് ആൻഡ് ഇൻഡിക്കേഷൻ ഓഫ്. അപ്പം നിങ്ങൾക്ക് ആ ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് റെക്ടിക്കുലോസൈറ്റ്സ് ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് റെക്ടിക്കുലോസൈറ്റ്സ്, ദാറ്റ് മീൻസ് യങ് റെഡ് ബ്ലഡ് സെൽസ്. അതെന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? റെക്ടിക്കുലോസൈറ്റ്സിനെ തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ആൻസർ വരുന്നത് റെക്ടിക്കുലോസൈറ്റ്സ് തന്നെയാണ്. ഓക്കെ. നെക്സ്റ്റ് 12th ക്വസ്റ്റ്യൻ, വാട്ട് റെഡ്യൂസസ് ദ എമൗണ്ട് ഓഫ് റെഡ് ബ്ലഡ് സെൽസ് ഇൻ സം പേഷ്യൻസ്. അപ്പം ഇതെങ്ങനെ വരുന്നത്? എമൗണ്ട് ഓഫ് റെഡ് ബ്ലഡ് സെൽസ് ഇൻ സം പേഷ്യൻസ് എന്ന് പറയുമ്പോൾ ആ എമൗണ്ട് ഓഫ് റെഡ് ബ്ലഡ് സെൽസിനെ കുറിച്ച് ഏത് പാരഗ്രാഫിലാണ് പറയുന്നത്? മോസ്റ്റ് പ്രോബബ്ലി പാരഗ്രാഫ് സിയിലായിരിക്കും. കാരണം പാരഗ്രാഫ് സിയിൽ ഹീമോഗ്ലോബിനെ പറ്റി പറയുന്നുണ്ട്, ഹെമറ്റോക്രിറ്റിനെ പറ്റി പറയുന്നുണ്ട്, അതുപോലെ റെഡ് ബ്ലഡ് സെൽസിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എമൗണ്ടും പെർസെൻറ്റേജും ഒക്കെ പറയുന്നത് പാരഗ്രാഫ് സിയിലാണ്. നമുക്ക് സിയിൽ നോക്കാം. ഫസ്റ്റത്തെ ഒരു പാരഗ്രാഫിൽ അതിനെപ്പറ്റി പറയുന്നില്ല. ദെൻ ഹീമോഗ്ലോബിൻ നിങ്ങൾ സ്കിം ആൻഡ് സ്കാൻ ചെയ്യുമ്പോൾ അതിൽ വരുന്നില്ല. ഹെമറ്റോക്രിറ്റ് നിങ്ങൾ നോക്കൂ, പെർസെൻറ്റേജ് ഓഫ് റെഡ് ബ്ലഡ് സെൽസ് എന്നൊക്കെയാണ് പറയുന്നത്. അടുത്തത് നോക്കൂ, റെഡ് ബ്ലഡ് സെൽസ് എമൗണ്ട്, അതിൽ പറയുന്നുണ്ട് എ മെഷേഴ്സ് ഓഫ് നമ്പർ ഓഫ് റെഡ് ബ്ലഡ് സെൽസ് ഇൻ ദ ബ്ലഡ്. ഓക്കെ, അപ്പം അതിലും അതിനെപ്പറ്റി പറയുന്നില്ല. ദെൻ നിങ്ങൾ ജനറൽ ഡയഗ്നോസിസ് ഓഫ് അനീമിയ ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ ദ ഫോളോയിങ് വാല്യൂസ് ഹീമോഗ്ലോബിൻ ലെവൽ. അപ്പം ആ പാരഗ്രാഫിൽ ലാസ്റ്റ് നിങ്ങൾ നോക്കൂ, വുമൺ ഹാവ് എ ജനറലി ലോവർ ഹീമോഗ്ലോബിൻ ബിക്കോസ് ഓഫ് ബ്ലഡ് ലോസ് ഡ്യൂറിങ് ദ മന്ത്ലി മെൻസ്ട്രൽ സൈക്കിൾ. അപ്പം ഈ പാരഗ്രാഫിൽ പറയുന്നുണ്ട്. ടെക്സ്റ്റ് ചെയ്യുന്ന പാരഗ്രാഫിൽ ഇതിൻ്റെ ആൻസർ കിടപ്പുണ്ട്. ആൻസർ എന്താണ്? മെൻസ്ട്രൽ സൈക്കിളാണ്. അപ്പം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും. വുമൺ ഹാവ് എ ജനറലി ലോവർ ഹീമോഗ്ലോബിൻ ബിക്കോസ് ഓഫ് ബ്ലഡ് ലോസ് ഡ്യൂറിങ് ദ മന്ത്ലി മെൻസ്ട്രൽ സൈക്കിൾ. ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിച്ചു നോക്കൂ. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? വാട്ട് റെഡ്യൂസസ് ദ എമൗണ്ട് ഓഫ് റെഡ് ബ്ലഡ് സെൽസ് ഇൻ സം പേഷ്യൻറ്റ്. അപ്പം അതിൻ്റെ ആൻസർ എന്താണ്? മെൻസ്ട്രൽ സൈക്കിൾ. ഇനി 13ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ട് ഷുഡ് ബി ട്രീറ്റഡ് ഇൻ അനീമിക് പേഷ്യൻസ് ആഫ്റ്റർ ഐഡൻറ്റിഫൈ ദ കോസ്. അപ്പം നമുക്കറിയാം ഏത് പാരഗ്രാഫിലായിരിക്കും ഇതുണ്ടാവുക? അനീമിയയുടെ കോസസ് ഒക്കെ ഡിസ്കസ് ചെയ്ത ആ സെയിം പാരഗ്രാഫിൽ തന്നെയായിരിക്കും ഇതിൻ്റെ ആൻസറും കിടക്കുക. കാരണം ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്കറിയാം പാരഗ്രാഫ് എങ്ങോട്ട് നമ്മൾ പോകണമെന്ന്. വെറുതെ 4 പാരഗ്രാഫിൽ നിങ്ങൾ കയറി ഇറങ്ങി നോക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ക്വസ്റ്റ്യൻ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. ക്വസ്റ്റ്യനിലെ കീവേഡ്സിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഏത് പാരഗ്രാഫിലോട്ടാണ് നമ്മൾ മൂവ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇതിൽ പറയുന്നത് വാട്ട് ആഫ്റ്റർ ഐഡൻറ്റിഫൈ ദ കോസ്. അപ്പോൾ നമ്മൾ പോകേണ്ടത് ഇതിലേക്കാണ്, പാരഗ്രാഫ് സി. സിയിലാണ് കോസസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന ഒരു പാരഗ്രാഫ്. ഓക്കെ, അപ്പം നമ്മൾ സിയിലോട്ട് മൂവ് ചെയ്യാണ്. സിയിലോട്ട് മൂവ് ചെയ്യുമ്പോൾ എവിടെയാണത് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പാരഗ്രാഫിൽ അതിനെപ്പറ്റി പറയുന്നുണ്ടോ? ഇല്ല അല്ലേ? താഴത്തോട്ട് വരുമ്പോഴൊക്കെ നമ്മൾ വായിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ സിയിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സെർച്ച് ചെയ്തു. നമുക്ക് സിയിൽ നിന്ന് ആ ആൻസർ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അപ്പോൾ നമ്മൾ എന്ത് വേണം? നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് പാരഗ്രാഫ് നമ്മൾ നോക്കുമ്പോൾ നെക്സ്റ്റ് പാരയിലോട്ട് പോകുമ്പോൾ അത് ഏതാവണമെന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. അതായത് കൂടുതലായിട്ടും ഈ കോസസുമായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന പാരഗ്രാഫ് ഏതായിരിക്കും?
അപ്പം ഡി എന്ന പാരാഗ്രാഫിലായിരിക്കും, അതായത് അടുത്ത പാരാഗ്രാഫ് ട്രീറ്റ്മെൻ്റ് ഒക്കെ വരുന്ന പാരാഗ്രാഫായിരിക്കും കൂടുതലായിട്ട് സിയിൽ പറയുന്ന കാര്യത്തിൻ്റെ കണ്ടിന്യൂറ്റി ഉണ്ടാവുന്നത് നെക്സ്റ്റ് വരുന്ന പാരാഗ്രാഫിലായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഈ പാരാഗ്രാഫ് വായിക്കുമ്പോൾ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ പറഞ്ഞു, പിന്നെ കോസസിനെ പറ്റി വീണ്ടും പറയുന്നുണ്ട്. ഇഫ് പോസിബിൾ ട്രീറ്റ് ദ അണ്ടർലൈൻ കോസസ് ഓഫ് റെഡ് ബ്ലഡ് സെൽസ് ലോസ്. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ പേഷ്യൻറ്റ് ഹാസ് അനീമിയ ബിക്കോസ് ഓഫ് ബ്ലഡ് ലോസ്, വി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ഐഡൻറ്റിഫൈ ആൻഡ് ട്രീറ്റ് എനി കോംപ്ലിക്കേഷൻസ്. സോ നമുക്ക് ഇവിടെ നിന്ന് ആൻസർ കിട്ടി, അതായത് കോംപ്ലിക്കേഷൻസ്, ഐഡൻറ്റിഫൈ ആൻഡ് ട്രീറ്റ് എനി കോംപ്ലിക്കേഷൻസ് ദാറ്റ് ഹാവ് ഒക്കേർഡ് ബിക്കോസ് ഓഫ് ദ അനീമിയ. അപ്പം ആൻസർ നമുക്ക് കിട്ടിയില്ലേ, ആൻസർ കോംപ്ലിക്കേഷൻസ് എന്നാണ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് മൂവ് ചെയ്യാം. 14th ക്വസ്റ്റ്, ഹൗ ആർ ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അനീമിയ മോസ്റ്റ് കോമൺലി ഡിസ്റ്റിങ്ക്യൂഷ്. എങ്ങനെയാണ് നമുക്കത് വായിക്കാതെ തന്നെ മനസ്സിലാവും അല്ലേ. സൈസ് ഓഫ് റെഡ് ബ്ലഡ് സെൽസ് കൗണ്ട്. ഇപ്പോൾ റെഡ് ബ്ലഡ് സെൽസിൻ്റെ സൈസ് വെച്ചിട്ടാണ് എന്ത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, ഏത് ടൈപ്പ് ഓഫ് അനീമിയ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അത് നമുക്കിത് വായിക്കാണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും. ഇവിടെ ടെസ്റ്റ് സീൽ പറയുന്നുണ്ട് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഈസ് ബേസ്ഡ് ഓൺ ദ സൈസ് ഓഫ് ദ റെഡ് ബ്ലഡ് സെൽസ്. ഓക്കെ, ഇനി നമുക്ക് 15th ക്വസ്റ്റിനിലോട്ട് മൂവ് ചെയ്യാം. അനീമിയ കോസ്ഡ് ബൈ ഡാഷ് ഷുഡ് ബി ട്രീറ്റഡ് വിത്ത് എ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. അപ്പം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്നൊക്കെ പറയുന്നത് ട്രീറ്റ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻ്റ് ആണ് അല്ലേ. അപ്പം നമുക്ക് 4th പാരഗ്രാഫിലോട്ട് പോകാം. അപ്പം അതിൽ പറയുന്നുണ്ട്, നമ്മൾ കുറച്ച് മുന്നേ വായിച്ച് വിട്ടേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ പേഷ്യൻറ്റ് ഹാസ് അനീമിയ ബിക്കോസ് ഓഫ് ബ്ലഡ് ലോസ്, ഗിവ് എ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. അപ്പോൾ അവിടെ എന്താണ് ആൻസർ വരുന്നത്, ബ്ലഡ് ലോസ്. ദെൻ 16th ക്വസ്റ്റ്യൻ, പേഷ്യൻസ് സഫറിംഗ് ഫ്രം ഹൈപ്പോക്സിയ ആൻഡ് ചെസ്റ്റ് പെയിൻ ആർ ലൈക്ലി ടു ഓൾസോ ഹാവ് എ ഡാഷ്. അപ്പോൾ ഈ ചെസ്റ്റ് പെയിൻ, ഹൈപ്പോക്സിയ എന്നൊക്കെ പറയുന്നത്, ചെസ്റ്റ് പെയിൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു സയൻസ് ആൻഡ് സിംറ്റംസ് ആണ് അല്ലേ. അപ്പോൾ ആ സയൻസ് ആൻഡ് സിംറ്റംസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത് പാരഗ്രാഫ് എ ആണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം. ചെസ്റ്റ് പെയിൻ, അതിൻ്റെ ബ്രാക്കറ്റിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇഫ് ദ പേഷ്യൻറ്റ് ഓൾറെഡി ഹാസ് ദ ഡിസീസ് ഓഫ് ദ ആർട്ടറീസ് സപ്ലൈയിങ് ദ ഹാർട്ട്. അപ്പോൾ എന്താണ് നമുക്ക് ഇത് മനസ്സിലാവുന്നത്, അതിൻ്റെ ആൻസർ ആണ് കിടക്കുന്നത്. അതായത് ഓക്കെ, അതായത് ഡിസീസ് ഓഫ് ദ ആർട്ടറീസ്. അതിൻ്റെ ആൻസർ വരുന്നത് ഡിസീസ് ഓഫ് ദ ആർട്ടറീസ് എന്നാണ്. ഓക്കെ, then 17th question, if dash is functioning properly, high reticulocyte anemia is likely to be present. അപ്പോൾ ഈ 17th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏത് പാരഗ്രാഫിലായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഈ റെക്ടിക്കുലോസൈറ്റ്സിനെ പറ്റി ഡിസ്കസ് ചെയ്തൊരു പാരഗ്രാഫ് ബി ആണ് അല്ലേ. ക്ലാസിഫിക്കേഷൻ ഓഫ് അനീമിയയിലായിരുന്നു മാക്രോസൈറ്റിക് അനീമിയയും മൈക്രോസൈറ്റിക് അനീമിയയും നോർമോസൈറ്റിക് അനീമിയനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അവിടെയാണ് ഈ ലോ റെക്ടിക്കുലോസൈറ്റ് ആൻഡ് ഹൈ റെക്ടിക്കുലോസൈറ്റിനെ കുറിച്ച് നമ്മൾ കണ്ടത്. അപ്പോൾ നമുക്ക് പാരഗ്രാഫ് ബിയിലോട്ട് തന്നെ പോകാം. പാരഗ്രാഫ് ബിയിൽ ഒരു സെക്കൻഡ് പാരയായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് നമുക്കതിലൊരു സെക്കൻഡ് ലൈൻ എന്താണ്, ഫസ്റ്റ് ലൈൻ തന്നെ നമുക്ക് വായിച്ചു തുടങ്ങാം. നോർമോസൈറ്റിക് അനീമിയ ആർ ഫർദർ ബ്രോക്കൺ അപ്പ് ഇൻ ടു വെദർ ഓർ നോട്ട് ദർ ഈസ് എൻ ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് യങ് റെഡ് ബ്ലഡ് സെൽസ്. അതായത് റെക്ടിക്കുലോസൈറ്റ്, ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് റെറ്റിക്കുലോസൈറ്റ്സ് ആണ് ഇവിടെ പറയുന്നത്. വിച്ച് ഈസ് ആൻ ഇൻഡിക്കേഷൻ ഇഫ് ദ ബോൺ മാരോ ഈസ് വർക്കിംഗ് പ്രോപ്പർലി. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിൽ എന്താ വരുന്നത്, ഈഫ് കഴിഞ്ഞിട്ടുള്ള ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ് നമ്മൾ എഴുതേണ്ടിരുന്നത്. അപ്പോൾ എന്താ വരുന്നത്, ഇഫ് ദ ബോൺ മാരോ ഈസ് വർക്കിംഗ് പ്രോപ്പർലി. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് പോകൂ. ക്വസ്റ്റ്യനിൽ ആ സെയിം തന്നെയാണ് പറയുന്നത് അല്ലേ, സ്റ്റേറ്റ്മെൻറ്റ് ആ സെയിം തന്നെയാണ് പറയുന്നത്. ഇഫ് ബോൺ മാരോ ഈസ് ഫങ്ഷനിങ് ഇവിടെ വന്നപ്പോൾ സിനോണിമസ് ആയിട്ട് ഫങ്ഷനിങ് എന്നാക്കി. അപ്പോൾ ആ ആൻസർ എന്താണ്, ബോൺ മാരോ എന്നാണ്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ചില ക്വസ്റ്റ്യനിലും പാരയിലും സെയിം മീനിങ് ആയിരിക്കും, പക്ഷേ ഡിഫറെൻറ്റ് വേർഡ് ആയിരിക്കും. ആ ഡിഫറെൻറ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ സിനോണിമസ് ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടെ ക്വസ്റ്റ്യനിൽ ഫങ്ഷനിങ് എന്നും നമ്മുടെ പാരഗ്രാഫിൽ എന്താ വന്നിരിക്കുന്നത്, വർക്കിംഗ് എന്നാണ്. അത് രണ്ടും ഒരേ മീനിങ് കൊടുക്കുന്നതാണ്, പക്ഷേ ഡിഫറെൻറ്റ് വേർഡാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് 18 ക്വസ്റ്റ്യൻ നോക്കാം. എ നമ്പർ ഓഫ് ടെസ്റ്റ്സ് മേ ബി നെസസറി ടു ഡയഗ്നോസിസ് അനീമിയ ഡ്യൂ ടു ദ ഡിഫിക്കൽട്ടീസ് ഇൻവോൾവ്ഡ് ഇൻ മെഷറിംഗ് ഡാഷ്. അപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഏത് പാരഗ്രാഫാണ് നമുക്ക് ഓർമ്മ വരിക? ഇപ്പോൾ കോസസ് ഓഫ് അനീമിയയുടെ ആ ഒരു പാരഗ്രാഫിലോട്ട് നമുക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടിയേക്കാം. അപ്പം നമുക്ക് ആ ഒരു പാരഗ്രാഫിലോട്ട് ജസ്റ്റ് നോക്കാം. ആ ഒരു പാരഗ്രാഫിൽ
നമുക്ക് എന്തൊക്കെയാണ് പറയുന്നത്, അത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലേ. അപ്പോൾ അതിൽ ലാസ്റ്റിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതിൽ ലബോറട്ടറി ടെസ്റ്റിനെ പറ്റി പറയുന്നുണ്ട്, അതേപോലെ ഡയഗ്നോസിസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പം ലാസ്റ്റ് പാരാഗ്രാഫിലോട്ട് വരുമ്പം while those laboratory tests are good estimates of the red blood cell mass, they are not perfect. Red blood cell mass is very difficult to measure and therefore those laboratory tests are used together to assess whether or not someone has anemia. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് വെരി ഡിഫിക്കൽട്ടി ടു മെഷർ. നമ്മുടെ ക്വസ്റ്റ്യനിലും അതേ മീനിങ് തന്നെ വരുന്നുണ്ട്. അപ്പം എന്താണ് ഡിഫിക്കൽട്ടി ടു മെഷർ എന്ന് പറയുന്നത്? റെഡ് ബ്ലഡ് സെൽ മാസ് ആണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ റെഡ് ബ്ലഡ് സെൽ മാസ് വെച്ച് നിങ്ങൾ ഒന്ന് കൂടി ചേർത്ത് വായിച്ചു നോക്കൂ. കണ്ടോ, ഡ്യൂ ടു ദ ഡിഫിക്കൽട്ടീസ് ഇൻവോൾവ്ഡ് ഇൻ മെഷറിംഗ് റെഡ് ബ്ലഡ് സെൽ മാസ്. അപ്പം ആ ആൻസർ എന്ന് പറയുന്നത് റെഡ് ബ്ലഡ് സെൽ മാസ് എന്നാണ്. ഇനി 19th ക്വസ്റ്റ്യൻ, പേഷ്യൻ്റ് വിത്ത് അനീമിയ കോസ്ഡ് ബൈ ഡാഷ് ഷുഡ് ബി ഇൻസ്ട്രക്റ്റഡ് ടു അഡ്ജസ്റ്റ് ദെയർ ഡയറ്റ്. അപ്പം ഈ ഡയറ്ററി മെഷേഴ്സിനെ കുറിച്ച് പറയുന്നത് ലാസ്റ്റ് പാരഗ്രാഫിലായിരുന്നു. നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം. ലാസ്റ്റ് പാരഗ്രാഫിൽ ലാസ്റ്റായിട്ട് തന്നെ പറയുന്നുണ്ട് കുറച്ച് ഡയറ്ററി മെഷേഴ്സിനെ പറ്റിയിട്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെയായിട്ടാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, a patient with anemia because of iron deficiency can supplement their treatment with iron-rich food such as leafy green vegetables. അപ്പോൾ ഇവിടെയാണ് ഈ അയൺ ഡെഫിഷ്യൻസിയാണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റിനോട്ട് പോകാം. വെൻ ഐഡൻറ്റിഫൈങ് ദ ടൈപ്പ് ഓഫ് ഇറ്റിയോളജി ഡാഷ് ഓഫ് ദ പേഷ്യൻറ്റ് ഷുഡ് ബി കൺസിഡേർഡ് ഇൻ അഡീഷൻ ടു ലബോറട്ടറി സ്റ്റഡീസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കീവേഡ് എന്താണ്? ഇറ്റിയോളജി അല്ലേ. ഇറ്റിയോളജി എന്ന കീവേഡ് നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കോസസ് ആൻഡ് ഇറ്റിയോളജി ഒക്കെ ഡിസ്കസ് ചെയ്ത് 3rd പാരഗ്രാഫിലായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ തന്നെ പോകാം. 3rd പാരഗ്രാഫിൽ ഫസ്റ്റിൽ തന്നെ പറയുന്നുണ്ട്, while there are many different causes of anemia, laboratory studies and unique features of the patient can be used to help differentiate between various etiologies. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ആ അണ്ടർലൈനിലെ ആ വേർഡ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? യുണീക്ക് ഫീച്ചേഴ്സ്, അതാണ് ആൻസർ പറയുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് 1 to 6 ചെയ്യാം. ട്രീറ്റിംഗ് പേഷ്യൻസ് വിത്ത് അനീമിയ. നിങ്ങൾക്ക് പാരഗ്രാഫ് പോലും നോക്കാതെ പറയാം. ട്രീറ്റ്മെൻറ്റിനെ പറ്റി ഡിസ്കസ് ചെയ്തത് ലാസ്റ്റ് പാരഗ്രാഫായിരുന്നു. അപ്പം ഡി ആണ് അടുത്ത ആൻസർ. ദ സിംറ്റംസ് ഓഫ് ഹൈപ്പോക്സിയ. സിംറ്റംസ് വന്നത് ഏത് പാരഗ്രാഫിലായിരുന്നു? ഫസ്റ്റ് പാരഗ്രാഫിലായിരുന്നു അല്ലേ. അപ്പോൾ നിങ്ങൾ പാരഗ്രാഫിലോട്ട് പോലും പോകേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് ബൈ ഹാർട്ട് തന്നെ നിങ്ങൾക്ക് പാരഗ്രാഫ് ഏതാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പം അതിൻ്റെ ആൻസർ വരുന്നത് എ ആണ്. 3rd ക്വസ്റ്റ്യൻ, മെത്തേഡ്സ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ അനീമിക് പേഷ്യൻസ്. അപ്പോൾ കുറേ ഇപ്പോൾ ഹീമോഗ്ലോബിൻ, ഹെമറ്റോക്രിറ്റ്, റെഡ് ബ്ലഡ് സെൽസ്, അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് അനീമിയ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് കുറേ മെത്തേഡ്സ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ അനീമിക് പേഷ്യൻസ്. അപ്പോൾ കോസസ് നമ്മൾ ഡിസ്കസ് ചെയ്ത ആ പാരഗ്രാഫിലായിരുന്നു ഇത്തരത്തിലുള്ള മെത്തേഡ്സ് വന്നത്. അപ്പോൾ അത് ഏതാണ് വരുന്നത്? സി ആണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അനീമിയ ഏതിലായിരുന്നു? ക്ലാസിഫിക്കേഷൻ വരുന്നത് ഏതിലായിരുന്നു? ബിയിലായിരുന്നു അല്ലേ. അപ്പോൾ പാര ബി ആണ് അതിൻ്റെ ആൻസർ. 5th എന്ന് പറയുന്നത് ലെവൽ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ എ വുമൺ വിത്ത് അനീമിയ. ലെവൽസ്, അതായത് ഹീമോഗ്ലോബിൻ്റെ പല ലെവലുകൾ പറയുന്നുണ്ട്. അത് പറയുന്നത് ഇതിലായിരുന്നു? സിയിലായിരുന്നു. ഇൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ റെഡ് ബ്ലഡ് സെൽ സൈസ് അഫക്റ്റ് അനീമിയ. ഈ സൈസസ് ഓഫ് റെഡ് ബ്ലഡ് സെൽസ് ആണ് നമ്മൾ ഈ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ അതാ വരുന്നത്. ക്ലാസിഫിക്കേഷൻ ഏതിലാണ് വരുന്നത്? ബിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ ടോപ്പിക്കിലോട്ട്, അതായത് പാരഗ്രാഫിലോട്ട് പോകാതെ തന്നെ നിങ്ങൾക്ക് 1 to 6 നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിലെ 1 to 6 പോയാലോ നിങ്ങൾ വളരെ കുറേ സമയം, നിങ്ങളുടെ ഒരു ചിലപ്പോൾ 1 അല്ലെങ്കിൽ 2 minutes നിങ്ങൾക്ക് അവിടെ നഷ്ടപ്പെട്ടു പോവാം. പക്ഷെ നിങ്ങൾ 7 to 20 ചെയ്തതിന് ശേഷം 1 to 6 ഏത് പാരഗ്രാഫിലോട്ടാണെന്ന് പോലും പോകാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം നിങ്ങൾ അത്രയും ഫെമിലിയർ ആകുവാണ് ഓരോ പാരഗ്രാഫായിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട്സ് ഉണ്ട്, നിങ്ങൾ താഴത്തെ കമൻറ്റ് ബോക്സിൽ അത് മെൻഷൻ ചെയ്യുക. ഞാൻ നെക്സ്റ്റ് വീഡിയോസിൽ ആ ഡൗട്ട് ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസേഴ്സ്. അപ്പം നിങ്ങളത് നോക്കുക, ഒന്നും കൂടെ നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഒരു 10 minutes ഒക്കെ ടൈമർ വെച്ചിട്ട്, ഓൾറെഡി നിങ്ങൾക്ക് പാരഗ്രാഫ് ഫെമിലിയർ ആയി. അപ്പോൾ നിങ്ങൾ 10 minutes ടൈമർ വെച്ചാൽ മതി. 30 minutes വെക്കേണ്ട ആവശ്യം വരുന്നില്ല. ആ 10 minutes കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നോക്കുക.
മാക്സിമം ആൻസേഴ്സ് കറക്റ്റ് ചെയ്യുക. കാരണം 20 ക്വസ്റ്റ്യൻസിൽ 20 ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് 10 മാർക്സ് മതി. പിന്നെ നിങ്ങൾക്ക് 10 സ്കോറുകൾ കിട്ടിയാൽ നിങ്ങൾക്ക് നമ്മുടെ ഒരു ടാർഗറ്റ് ബി ഗ്രേഡിലോട്ട് എത്തും. അപ്പോൾ അത് ബി ആൻഡ് സി നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ മാക്സിമം സ്കോർ നിങ്ങൾ എ പാർട്ടിൽ നിന്ന് സ്കോർ ചെയ്യാൻ നോക്കുക. അങ്ങനെ നിങ്ങൾ സ്കോർ ചെയ്യാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നല്ലൊരു സ്കോറിലോട്ട് നിങ്ങൾക്ക് എത്താൻ കഴിയും. അപ്പം നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സ് OET പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.